നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ഒരു ചെറിയ മരുന്ന്, നാട്ടുമരുന്ന്, നമ്മൾ വീടുകളിലൊക്കെ ചെയ്യുന്ന ഒരു മരുന്നാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. അതായത് സാധാരണ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ദഹനക്കേട് അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ വരാറുണ്ട് ഇല്ലേ? അപ്പോൾ ഗ്യാസ് ട്രബിൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? വായു, അതായത് ഗ്യാസ് ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ ഉരുണ്ട് പറയണ പോലെ തോന്നും. ചിലപ്പോൾ വയറ് വേദന എടുക്കും, നെഞ്ചെരിച്ചിൽ, അങ്ങനെയൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ. അപ്പോൾ ശരിയായ രീതിയിൽ ദഹനം കിട്ടാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ഏകാദശി അല്ലെങ്കിൽ ഒരിക്കൽ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊക്കെ വരണ്ടേന്ന് വെച്ചിട്ട് ഒരുപാട് നേരം വൈകും ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ വൈകി ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്തിട്ടൊക്കെ വീട്ടിലെത്തിച്ചേരാൻ വൈകുകയാണെങ്കിൽ ആ കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിച്ചില്ല, ഒരുപാട് വൈകിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴും വയറ്റിൽ ഗ്യാസ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഗ്യാസ് വരാതിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു മരുന്ന് എന്താണെന്ന് വെച്ചാൽ പച്ചവെള്ളമാണ്. വെള്ളം, ശുദ്ധമായ വെള്ളമാണ്. പച്ചവെള്ളം മീൻസ് ശുദ്ധമായ വെള്ളമാണ് ഏറ്റവും നല്ലത്. രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ആദ്യം തന്നെ ശുദ്ധമായ ഒരു കപ്പ് വെള്ളം, ഒരു കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പ്, നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച്, വയറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച്. എനിക്കൊക്കെ ആണെങ്കിൽ ഇതാ ഇതിലൊരു ഗ്ലാസ്, ഇതിലൊരു കപ്പ് വെള്ളം, നാഴി കപ്പാണ്. അപ്പോൾ ഒരു നാഴി വെള്ളം അല്ലെങ്കിൽ ഒരു 1.5 കപ്പ് വെള്ളമൊക്കെ കുടിച്ചാൽ ഓക്കെ. അപ്പോൾ അതിരാവിലെ ഫസ്റ്റ് തന്നെ ഈ വെള്ളം കുടിച്ച് കുറച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മോഷനൊക്കെ ക്ലീനായി കിട്ടും. മോഷൻ ക്ലീനായാൽ തന്നെ ഗ്യാസ് ട്രബിൾ വരില്ല, ഉറപ്പായിട്ടും വരില്ല. പിന്നെ നമ്മൾ 1-2 പ്രാവശ്യം വെള്ളമൊക്കെ കുടിക്കാം, അതിനുശേഷം ഭക്ഷണം കഴിക്കാം. ഗ്യാസ് വരാതിരിക്കാനുള്ള ഏറ്റവും നല്ല മരുന്ന് വെള്ളം തന്നെയാണ് കേട്ടോ. ഇനി ചില ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് പുളിച്ചു തേട്ടൽ, അതുപോലെ വയറുവേദന അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ചക്ക അല്ലെങ്കിൽ കട്ടിയുള്ള ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യേണ്ടത് ആ ആഹാരത്തിൽ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് വെളുത്തുള്ളി, ഉള്ളി ഒക്കെ, ഇഞ്ചി ഒക്കെ ചേർത്താൽ ഈ ദഹനക്കേട് അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ ഒന്നും വരില്ല. അഥവാ വരികയാണെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കാവുന്ന ഒരു കഷായമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ജീരക കഷായം എന്ന് പറയാം. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിലെ കുട്ടിക്കാലത്ത് അമ്മമാർ ഉണ്ടാക്കി തരുന്ന ഒരു കഷായമാണ് ജീരക കഷായം. അപ്പോൾ ജീരക കഷായം ഉണ്ടാക്കാനായിട്ട് ഞാനിതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച്, ചീനച്ചട്ടി എന്നല്ല ഏതെങ്കിലും ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അടി കട്ടിയുള്ള പാത്രമാണ് എപ്പോഴും നല്ലത്. 4-5 വെളുത്തുള്ളിയുടെ അല്ലി ഉണ്ടല്ലോ, അതിങ്ങനെ ചെറുതാക്കി ഇതിലിട്ടൊന്ന് വറുത്തെടുക്കാൻ പോവുക. ചതച്ചിട്ടാലും മതി, അരിഞ്ഞിട്ടാലും മതി, എന്തായാലും കുഴപ്പമില്ല. ഇടത്തരം അല്ലിയാണിത്. ഒരു 4-5 6 കുഴപ്പമില്ല, നന്നായിട്ടൊന്നിങ്ങനെ വറുത്തെടുക്കാം. ഒരു വിധം അതിങ്ങനെ വാടി കഴിയുമ്പോൾ ഒരു വാസന വരും. ഈ വെളുത്തുള്ളി തന്നെ ഏറ്റവും നല്ല ഔഷധമാണ്. ഒരുപാട് ആയുർവേദിക്കായിട്ടുള്ള മരുന്നുകളിൽ ഉപയോഗിക്കുന്ന സാധനമാണ് വെളുത്തുള്ളി. പ്രസവിച്ച് കിടക്കുന്ന സമയത്തൊക്കെ വെളുത്തുള്ളി ലേഹ്യം ഉണ്ടാക്കി വരെ കഴിക്കാറുണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക്, അത് പണ്ടത്തെ ആൾക്കാർക്ക് വെളുത്തുള്ളി ഇഷ്ടം കുറവാണ്. കാരണം അവരുടെ നിത്യജീവിതത്തിൽ വെളുത്തുള്ളി ഹറാമാന്ന് പറഞ്ഞ് ആരോ പഠിപ്പിച്ചത് കൊണ്ടാണ്. അതായത് വെളുത്തുള്ളി കഴിക്കണത്, നമ്മളിപ്പോൾ വ്രതങ്ങളൊക്കെ വരില്ലേ, ഒരിക്കലൊക്കെ എടുക്കുക, ഏകാദശി വ്രതം, അതുപോലെ തന്നെ ശ്രാദ്ധം ഒരിക്കൽ, മാവൊരിക്കൽ തുടങ്ങിയിട്ടുള്ള വ്രതങ്ങൾക്കൊന്നും വെളുത്തുള്ളി ഉപയോഗിക്കാൻ പാടില്ല. വെളുത്തുള്ളി എന്ന് മാത്രമല്ല, ഉള്ളിയെ ചുവന്നുള്ളി ഉപയോഗിക്കാൻ പാടില്ല എന്നാ പറയുക. അതെന്താണ് കാരണം എന്ന് വെച്ചാൽ അതൊരു പഴയകാല വിശ്വാസമാണ് കേട്ടോ. അത് കാരണം എൻ്റെ ഒരു കഥയുണ്ട്, അത് പറഞ്ഞിട്ട് ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുള്ള കഥയാണത്. പക്ഷെ ഇന്ന് മിക്കവാറും എല്ലാ ആൾക്കാരും വെളുത്തുള്ളി ഉപയോഗിക്കുന്നുണ്ട്. വെളുത്തുള്ളി നല്ല സാധനമാണ്. നോക്കൂ, 1 ടീസ്പൂൺ ജീരകം ഇട്ടു. വെളുത്തുള്ളി ഒരു വിധമായി ഉണ്ട് കേട്ടോ. ഇനി ജീരകം ഇട്ടിട്ട് നമ്മളൊന്ന് ഇങ്ങനെ വറക്കുകയാണ്, ഒന്ന് പൊട്ടട്ടെ. നല്ലോണം 1 ടീസ്പൂൺ ജീരകട്ടുണ്ട്. പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ജീരകം. കേൾക്കണില്ലേ? ജീരകം നന്നായിട്ട് ചോന്നിട്ടുണ്ട്, കരിയാൻ പാടില്ല. അപ്പോൾ പൊട്ടൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിക്കേണ്ടത്.
ഈ ഒരു കപ്പ് എന്ന് വെച്ചാൽ നാഴി ആണ്, അതായത് 300 ml ആണ്. അതായത് ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ്സാണ് ഒരു കപ്പ്. അപ്പം നമ്മളൊരു കപ്പ് വെള്ളം ഇതിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ജീരകമൊക്കെ നന്നായിട്ട് വറവായിട്ടുണ്ട്, വെളുത്തുള്ളിയും വെന്തിട്ടുണ്ട്, അതായത് ഒരു നല്ലോണം വാടിയിട്ടുണ്ട്. ഈ ഒരു കപ്പ് വെള്ളം, അതായത് 2 ഗ്ലാസ് വെള്ളമാണ് ഒരു കപ്പ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനെ 1 ഗ്ലാസ് ആക്കുക നമ്മൾ, എന്നുവെച്ചാൽ വറ്റിക്കുക. വീണ്ടും തീ കത്തിച്ചിട്ടുണ്ട്, അത് വെള്ളത്തിൽ കിടന്നിട്ടൊന്ന് വേവണം. വറുത്ത ജീരകവും വറുത്ത വെളുത്തുള്ളിയും വെള്ളത്തിലിട്ടിട്ട് നമ്മൾ വറ്റിക്കുകയാണ്, വെള്ളം വറ്റിക്കുകയാണ്, അത് വേവിക്കുകയാണ്. അപ്പോൾ കഷായമാണ് കേട്ടോ ഇതിന്, ജീരക കഷായം എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. എല്ലാവരുടെ വീട്ടിലും വെളുത്തുള്ളി ഉണ്ടാവും, എല്ലാവരുടെ വീട്ടിലും ജീരകം ഉണ്ടാവും അല്ലേ? നല്ല ജീരകം എല്ലാവരുടെ വീട്ടിലുണ്ടാവും. നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അവിയൽ ഉണ്ടാക്കുമ്പോൾ, കാളൻ ഉണ്ടാക്കുമ്പോൾ, അങ്ങനത്തെ പല കറികളിലും ഉപയോഗിക്കാനായിട്ട് ജീരകം വയ്ക്കും. ആ ജീരകമാണ് ഇത്, പെരുംജീരകം അല്ല. വറ്റട്ടെ, തിളച്ച് വറ്റട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ വെളുത്തുള്ളിയുടെ കഥ പണ്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കഥയാണ്, എങ്കിലും കുറേ പേര് പഴയ വീഡിയോസ് കാണാത്തത് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീണ്ടും ഒന്നും കൂടി പറയണത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ദേവന്മാരും അസുരന്മാരും കൂടിയിട്ട് പാലാഴി കടയാൻ പോയി. എന്തിനാ? അമൃത് കിട്ടാനായിട്ട്. എന്തിനാണ് അമൃത്? തന്നെ ദുർവാസാവ് മഹർഷിയുടെ ശാപം കിട്ടി. അപ്പോൾ ദേവന്മാരൊക്കെ വൃദ്ധന്മാരായി പോട്ടെ, വാർദ്ധക്യം വരട്ടെ എന്ന്, ജരാനരകൾ വരട്ടെ എന്ന് ശപിച്ചു ഉത്തരേ ദുർവാസാവ് മഹർഷി. അങ്ങനെ ദേവന്മാർക്കൊക്കെ വാർദ്ധക്യമായി, വയസ്സന്മാരായി. അപ്പോൾ അതിന് ശാപമോക്ഷം കൊടുത്തു. എന്താണെന്നറിയാം ശാപമോക്ഷം കൊടുത്തത് മഹർഷി? നിങ്ങൾ പാലാഴി കടഞ്ഞ് അമൃതെടുത്ത് അമൃത് ഭക്ഷിച്ചാൽ നിങ്ങളുടെ ജരാനരകളൊക്കെ മാറിക്കിട്ടും, മാത്രമല്ല മരണവും ഉണ്ടാവില്ല എന്നാണ് അവർക്ക് ശാപമോക്ഷം ത്തിനുള്ള വഴി പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ദേവന്മാരും അസുരന്മാരും ഒക്കെ കൂടിയിട്ട് പാലാഴി കടയാനായിട്ട് പോയി. വലിയ സമുദ്രമല്ലേ, സമുദ്രത്തിൽ ചെറിയ കടകോലൊന്നും പോരാ, വലിയൊരു പർവ്വതത്തിൻ്റെ അത്രയും വന്ന ഒരു കടകോല് വേണം. അപ്പം അവരെ ഒരു പർവ്വതം തന്നെയാണ് കടകോലാക്കിയത്. ആ പർവ്വതത്തിൻ്റെ പേര് മന്ദരം എന്നാണ്, മന്ദര പർവ്വതം. മന്ദര പർവ്വതത്തെ കടകോലാക്കിയപ്പോൾ കടകോൽ തിരിക്കാൻ അതിൻ്റെ കൈ കൊണ്ട് പറ്റില്ല. അപ്പോൾ വലിയൊരു വള്ളി വേണം അല്ലേ, അല്ലെങ്കിൽ ഒരു കയറ് വേണം. ഇത്രയും പറ്റിയ കയറ് വാസുകി എന്ന് പേരുള്ള ഒരു പാമ്പുണ്ടല്ലോ, ആ പാമ്പിനെയാണ് അവർ കടക്കോലുമ ചുറ്റാനുള്ള കയറാക്കിയത്. അങ്ങനെ 2 കൂട്ടരും, ഒരു കൂട്ടർ വാലുമയും ഒരു കൂട്ടർ തലയിലും പിടിച്ചിട്ട് ഇങ്ങനെ കടഞ്ഞു വലിച്ചു. പിന്നെ ഒരു ഭാഗത്ത് അസുരന്മാരിൽ നിന്നു, ഒരു ഭാഗത്ത് ദേവന്മാരിൽ നിന്നു. അങ്ങനെ വലിച്ച് കടഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ നല്ല നല്ല സാധനങ്ങളാണ് കിട്ടിയത്. ആ കിട്ടിയ സാധനങ്ങളിൽ ഓരോരുത്തരും അതെടുത്തു, പല ആൾക്കാരും അത് പങ്കുവെച്ചെടുത്തു. അവസാനം അമൃത് കിട്ടി. ലക്ഷ്യം അമൃതായിരുന്നല്ലോ. അമൃത് കിട്ടിയപ്പോൾ അമൃത് കഴിക്കാനായിട്ട് ദേവന്മാർക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത് ചെയ്യണത്. ഇതൊക്കെ ദേവന്മാർക്ക് കിട്ടും എന്ന് വിചാരിച്ചു. പക്ഷെ മുൻപ് കിട്ടിയ സാധനങ്ങളൊക്കെ അത് ദേവന്മാരാണ് കൊണ്ടുപോയത് കൂടുതലും. മഹാലക്ഷ്മിയെ കിട്ടി, ഐരാവതം കിട്ടി, ഉച്ചൈശ്രവസനെ കിട്ടി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോയി. അത് മിക്കവാറും സാധനങ്ങൾ എടുത്തത് ആരാണ്? ദേവന്മാരാ. അപ്പോൾ അമൃത് കിട്ടിയപ്പോൾ അസുരന്മാർ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് വേണമെന്ന്. അപ്പോൾ അസുരന്മാർ അത് കൊണ്ടുപോയി. അപ്പം ദേവന്മാരുടെ ലക്ഷ്യം നടന്നില്ല. അപ്പോൾ ദേവന്മാർ മഹാവിഷ്ണുവിനോട് പറയാണ്, ഇനി എന്താ ചെയ്യുക ഭഗവാനെ? മഹാവിഷ്ണു എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മോഹിനി വേഷം, എല്ലാവർക്കും അറിയുന്ന കഥ തന്നെയാണല്ലോ. മോഹിനി വേഷം പൂണ്ട് അസുരന്മാരുടെ അടുത്ത് പോയിട്ട് നല്ല സുന്ദരിയായ മോഹിനിയെ കണ്ടപ്പോൾ അസുരന്മാർക്ക് എല്ലാവർക്കും സന്തോഷമായി, ഇഷ്ടമായി. അപ്പോൾ അവൾ പറയും, ഞാൻ വിളമ്പി തരാം നിങ്ങൾക്ക്, നിങ്ങളെല്ലാവരും ഇരുന്നോളൂ എന്ന് പറയും. അപ്പോൾ ഒരു പെണ്ണ് ഇങ്ങനെ വിളമ്പി തരാണെങ്കിൽ സന്തോഷമല്ലേ എല്ലാവർക്കും അങ്ങനെയല്ലേ? ഒന്നില്ലേ അമ്മ വിളമ്പി തരിക, അല്ലെങ്കിൽ ചേച്ചി വിളമ്പി തരിക, അല്ലെങ്കിൽ ഭാര്യ വിളമ്പി തരിക, അല്ലെങ്കിൽ മോള് വിളമ്പി തരിക. എന്താ സന്തോഷം? ആരിലൊരാൾ വിളമ്പിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സന്തോഷം കൂടുതലല്ലേ? പെണ്ണുങ്ങൾക്കും അങ്ങനെ തന്നെയാട്ടോ. എല്ലാവർക്കും ആരെങ്കിലും ഒരാൾ വെച്ച് വിളമ്പി തന്ന് കഴിക്കുമ്പോൾ ഒരു സന്തോഷം വേറെ അല്ലേ? അങ്ങനെ അസുരന്മാർ വിചാരിച്ചു ഓക്കെ മോഹിനി വിളമ്പട്ടെ. പക്ഷെ മോഹിനി ഒരു ഇത് പറഞ്ഞു, എന്താണെന്നറിയോ? നിങ്ങളെല്ലാവരും കണ്ണടച്ചിരിക്കുക, കണ്ണടച്ചിരുന്നാൽ ഞാൻ ഇതൊക്കെ വിളമ്പി കഴിയുമ്പോൾ പറയാം, അപ്പം കണ്ണ് തുറന്നാൽ മതി. അപ്പോൾ അവസാനം കണ്ണ് തുറക്കണ ആളെ ഞാൻ വിവാഹം കഴിക്കാമെന്ന് പറയും.
അപ്പോഴവർക്ക് സന്തോഷം. ഓ, ഇത്ര സുന്ദരിയായിട്ടുള്ള ഈ മോഹിനിയെ വിവാഹം കഴിക്കാന്ന് വെച്ചാൽ അതിൽ പല സന്തോഷം വേറെ ഒന്നുമില്ലല്ലോ. അപ്പം എന്തായാലും എല്ലാവരും കണ്ണടച്ചിരിക്കാൻ തീരുമാനിച്ചു. അവസാനം കണ്ണു തുറക്കുന്ന ആൾക്കല്ലേ മോഹിനിയെ കിട്ടുക. അപ്പം മോഹിനി വിളമ്പാൻ ഇലയൊക്കെ വെച്ച് റെഡിയാക്കി വിളമ്പാനായിട്ട് തയ്യാറായി. ഇവരെല്ലാവരും കണ്ണടച്ചിരുന്നു. അങ്ങനെ കുറച്ച് മോഹിനി എന്ത് ചെയ്തെന്നറിയോ, ഇവർ കണ്ണടച്ചപ്പോൾ അമൃത് കൊണ്ട് ഇവിടേക്ക് വന്നു, ദേവലോകത്തേക്ക് വന്ന് ദേവന്മാർക്ക് കൊടുക്കാനായിട്ട് വന്നു. പറ്റിച്ചു അല്ലേ? പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞിട്ടും ഇങ്ങനെ വിളമ്പണിക്ക് ശബ്ദം കേൾക്കാനില്ല. എന്തോ ഒരു കള്ളക്കളി ഉണ്ടല്ലോ എന്ന് ഒരാൾക്ക് തോന്നി. ആർക്കെന്നറിയോ? രാഹു എന്ന് പറഞ്ഞ ഒരാളുണ്ട്. രാഹു അസുരൻ തന്നെയാണ്. അപ്പം രാഹുവിന് തോന്നി. അപ്പോൾ പതുക്കെ എൻ്റെ കണ്ണൊന്ന് ഇങ്ങനെ തുറന്നു നോക്കിയപ്പോഴല്ലേ അവിടെ മനുഷ്യർ പോലും ഇല്ല, ആരുമില്ല, മോഹിനി ഇല്ല, അമൃതകുംഭം ഇല്ല, ഒന്നുമില്ല. പറ്റിച്ചു. അപ്പം ഇവർ പറഞ്ഞു അയ്യോ പറ്റിച്ചു. എന്നിട്ട് രാഹു ഒട്ടനെ ഓടി ദേവലോകത്തെത്തുമ്പോൾ അവിടെ ദേവന്മാർക്ക് എല്ലാവർക്കും വിളമ്പിക്കൊടുക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണ് മോഹിനി. അപ്പോൾ ദേവന്മാരുടെ ഒരു ദേവൻ്റെ വേഷം ധരിച്ചു നമ്മുടെ രാഹു. ദേവൻ്റെ രൂപം ധരിച്ചിട്ട് അവിടെ വന്നിരുന്നു. അപ്പം എല്ലാവർക്കും ഇല വെച്ചു. എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് മോഹിനി. ഇപ്പോൾ സാധാരണ അമൃത് എന്ന് പറയുമ്പോൾ അമൃത് മാത്രമായിട്ടല്ല കൊടുക്കുക. നമ്മൾ പായസം ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ പായസം മാത്രമല്ല മറ്റെല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഇല വെച്ചു. ആദ്യം ഇഞ്ചി തൈര്, നാരങ്ങക്കറി, പുളിഞ്ചി അല്ലെ മാങ്ങക്കറി, പിന്നെ ഓലൻ, കാളൻ, എരിശ്ശേരി, അങ്ങനെ അവിയൽ, അങ്ങനെ എല്ലാ സാധനങ്ങളും വഴിപോലെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് മോഹിനി. അതൊക്കെ വിളമ്പിക്കഴിഞ്ഞ് ലാസ്റ്റാണ് ചോറ് വിളമ്പുക അല്ലേ? പപ്പടം ഇതൊക്കെ വിളമ്പിക്കഴിഞ്ഞാൽ എല്ലാം അങ്ങനെ ചോറ് വിളമ്പുള്ളൂ. അപ്പം ഇങ്ങനെ വിളമ്പുമ്പോൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം വിളമ്പി കഴിഞ്ഞിട്ടാണ് ഭക്ഷണം ശരിക്കും കഴിച്ചു തുടങ്ങാൻ പാടുള്ളൂ. അതുകൊണ്ട് വിളമ്പുമ്പോൾ എടുത്ത് കഴിക്കണത് മോശമാണ്. അപ്പം ദേവന്മാരൊക്കെ അങ്ങനെയാണ്. അവർ വിളമ്പുമ്പോൾ ഉടനെ കഴിക്കൊന്നുമില്ല. പക്ഷെ നമ്മളൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ വിളമ്പുമ്പോഴേക്ക് ഓരോന്ന് തിന്നു തുടങ്ങും അല്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അസുരനായിട്ടുള്ള ഈ രാഹുവിനത് അറിയില്ല. അയാൾ തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്ത് തിന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ അപ്പുറത്തുള്ള ദേവന്മാർക്ക് മനസ്സിലായി ഇയാൾ എന്താ ഇങ്ങനെ ചെയ്യണേ, ഇത് നമ്മുടെ ആൾക്കാർക്ക് ചെയ്യണ ഒരു പ്രവൃത്തിയല്ലല്ലോ, ഇയാൾ ദേവവർഗത്തിൽപ്പെട്ട ആളല്ല, ഇയാൾ ദേവൻ്റെ വേഷം കെട്ടി വന്നിരിക്കുന്നതെന്ന് മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലായി. മഹാവിഷ്ണു ആണല്ലോ നമ്മുടെ മോഹിനിക്ക് പ്രത്യേകം മനസ്സിലായി. അമ്പടാ, ഇത് ദേവനല്ല, ഇത് അസുരനാണ്, അവരാണ് ഇങ്ങനത്തെ പണി ചെയ്യുക. ഉടനെ തന്നെ മഹാവിഷ്ണു എന്ത് ചെയ്തു? മഹാവിഷ്ണു മനസ്സിലായല്ലോ. ഉടനെ തൻ്റെ ചക്രം ഉണ്ടല്ലോ, മഹാവിഷ്ണുവിൻ്റെ ആയുധമാണ് ചക്രം. ആ ചക്രായുധം വിട്ട് രാഹുവിൻ്റെ ശിരസ് ഖണ്ഡിച്ച് കളയും. അതിപ്പോൾ എന്താ ചെയ്തിട്ടില്ല, ഈ രാഹു ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞു മാത്രമല്ല പെട്ടെന്ന് ഈ അമൃത് എടുത്തിട്ട് കഴിക്കുകയും ചെയ്തു. അമൃത് കഴിച്ചു. ഇങ്ങനെ ഇറങ്ങി പോയിട്ടില്ല, പോയി ആ ഒരു ഇതെത്തിയപ്പോൾ കഴുത്ത് ഖണ്ഡിച്ചല്ലോ. കഴുത്ത് ഖണ്ഡിച്ച വഴിക്ക് ഈ കഴിച്ച അമൃതമൊക്കെ പുറത്തേക്ക് പോയി. രാഹുവിൻ്റെ ഈ ഭാഗത്ത് നിന്ന് കഴിച്ച എല്ലാ സാധനങ്ങളും അമൃത് ഫുള്ള് പുറത്തേക്ക് പോയി, ഒട്ടും വയറ്റിലേക്ക് പോയില്ല. അപ്പോൾ ഈ കുറേ അമൃതിൽ ചോരയായി, കുറേ അമൃതിൽ ചോരയായില്ല. അപ്പോൾ പറയണത് ഈ അമൃത് ഉണ്ടല്ലോ, ചോര ആയ അമൃതാണ് ചുവന്നുള്ളി ആയത് എന്ന് പറയുന്നു. ചോര ആവാത്ത അമൃതാണ് വെളുത്തുള്ളി ആയത് എന്ന് പറയുന്നു. അങ്ങനെയാണ് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഉണ്ടായത്. രണ്ടും ഔഷധ ഗുണമുള്ള സാധന, അമൃത തുല്യമാണ്. രണ്ടും ഔഷധം. നമ്മളെല്ലാ കറിയിലും ഉള്ളി ഉപയോഗിക്കില്ലേ? ചുവന്നുള്ളി ഉപയോഗിക്കും, വെളുത്തുള്ളി ഉപയോഗിക്കും. രണ്ടും ഗുണമുള്ള സാധനങ്ങൾ തന്നെയാണ്. എത്ര ഗുണമെന്നറിയോ? അമൃത തുല്യമാണ്. അപ്പം അമൃത് തന്നെയാണ് ഇങ്ങനെ ആയത്. എന്തായാലും ദേവന്മാർ പിന്നീട് ആ അമൃതമൊക്കെ കഴിച്ചു. അവർക്ക് അമരത്വം ഉണ്ടായി, അവർക്ക് മരണമില്ല, ജരാനരകളില്ല. അങ്ങനെ പറയണത് ആരോഗ്യം ഉണ്ടാവാനും ജരാനരകൾ വരാതിരിക്കാനൊക്കെ ഉള്ളി നല്ലതാണ്. അപ്പോൾ കഴിച്ചാൽ മതി, നല്ല ആരോഗ്യം ഉണ്ടാവും ഉള്ളി കഴിച്ചാൽ. അതാണ് ഈ വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും കഥ. ഇതിപ്പോൾ ഒരു ഗ്ലാസ് ആയിട്ടോ, ഒരു ഗ്ലാസ് ആയിട്ടുണ്ടോ? തിളച്ചു. 2 ഗ്ലാസ് ആയിരുന്നു, തിളച്ചു, വെന്തു, 1 ഗ്ലാസ് ആയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. നമുക്ക് ഇതിനെ ഇത് ഒഴിച്ച് നോക്കാം കേട്ടോ. അരിച്ചൊഴിക്കാം. കൈ കൊള്ളാതിരിക്കാൻ എങ്ങനെ ഒഴിക്കണത് കേട്ടോ.
കറക്റ്റായി നോക്കൂ. അപ്പോൾ കറക്റ്റ് ഒരു ഗ്ലാസ്സാണ് കണ്ടോ. അപ്പോൾ ഇത് നമ്മളൊന്ന് ചൂടോടെ കഴിക്കണമെന്നില്ല, ചെറിയ ചൂടോട് കൂടി അല്ലെങ്കിൽ ചൂടാറുമ്പോൾ പലവട്ടമായിട്ട് കഴിക്കുക. ഒറ്റയടിക്ക് ഇത് ഒന്നിച്ച് കുടിക്കാൻ പാടില്ല. നമുക്കങ്ങനെ ഗ്യാസിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന ഗ്യാസ് പ്രോബ്ലത്തിന് നമ്മളിത് എങ്ങനെ ചൂടാക്കിയിട്ട് പലവട്ടമായിട്ട്, അതൊരു ഇതിപ്പോൾ ഒരു ഉരിയല്ലേ, അപ്പോൾ ഒരു 4-5 പ്രാവശ്യമായിട്ട് ഇത് കഴിച്ചാൽ വയറുവേദനയൊക്കെ മാറും, ഗ്യാസിൻ്റെ പ്രശ്നം കുറയും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇങ്ങനത്തെ മരുന്നൊക്കെ നമ്മൾ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ ചെറിയ പൊടിക്കൈകളാണിത്. നമ്മൾ അങ്ങനെ ഇതിൽ മാത്രം വെച്ചുകൊണ്ടിരിക്കുന്നില്ല, മിക്കവാറും മാറും. എന്നിട്ടും മാറിയില്ലെങ്കിൽ ഡോക്ടറെ കാണണേ. കുട്ടിക്കാലത്തു നിന്ന് മാത്രമല്ല, ഇപ്പോഴും ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാറുള്ളതാണ്. നല്ല രസമല്ലേ, ജീരകത്തിൻ്റെ, അത് വറവായ ജീരകമാണത്, വെളുത്തുള്ളി. ദേവന്മാർക്ക് പൂജ ചെയ്യുന്ന ആൾക്കാരും, അതായത് ബ്രാഹ്മണന്മാർ, അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന, അതായത് നമ്മൾ ബ്രാഹ്മണന്മാരല്ലാത്ത ആൾക്കാരായാലും ഈ ദിവസങ്ങളിൽ പൂജാ കാര്യങ്ങൾ ചെയ്യുക. നമ്മളിപ്പോൾ ഓണത്തിന് 4 വെച്ച് സദ്യ ഉണ്ടാക്കണം, അപ്പോൾ അതിൽ വെളുത്തുള്ളി കൂട്ടാറില്ല. അതേപോലെ അതായത് നല്ല ഒരു ഗണപതിക്ക് വെക്കേണ്ടതാണ് അതിൽ, അപ്പോൾ അതിൽ വെളുത്തുള്ളി കൂട്ടില്ല. അതേപോലെ തന്നെ ശ്രാദ്ധം, ഞാൻ പറഞ്ഞല്ലോ, ശ്രാദ്ധം, വാവ്, ഏകാദശി തുടങ്ങിയിട്ടുള്ള വ്രതങ്ങൾ, അഷ്ടമിരോഹിണി തുടങ്ങിയിട്ടുള്ള വ്രതങ്ങളുണ്ടല്ലോ, ആ വ്രതങ്ങളിൽ അങ്ങനത്തെ ദിവസങ്ങളിൽ വെളുത്തുള്ളി ചുവന്നുള്ളി കൂട്ടില്ല. അതെന്താ കാരണം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ഒരു വിശ്വാസമാണ്, ഇത് അസുരൻ തിന്നിട്ട് വയറ്റിൽ പോയിട്ട്, അല്ല വയറ്റിലെത്തിയില്ല എന്നാലും തിന്നിറക്കിയിട്ട് തിരിച്ച് ഛർദ്ദിച്ച് വന്നതല്ലേ. നമ്മളായാലും ഛർദ്ദിച്ച് കഴിഞ്ഞാൽ നമുക്കത് അറപ്പല്ലേ, ഒരാളുടെ വയറ്റിൽ പോയിട്ട് തിരിച്ചു വന്ന സാധനം അറക്കും അല്ലേ, ആർക്കും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ അതാണ് ചിന്തിക്കുന്നത്, ഇത് രാഹുവിൻ്റെ വയറ്റിൽ പോയിട്ട്, വയറ്റിലല്ല രാഹുവിൻ്റെ ഉള്ളിൽ പോയിട്ട് പുറത്തേക്ക് വന്ന സാധനം ഉച്ഛിഷ്ടം എന്ന് പറയും. ആയതുകൊണ്ടാണ് അത്രയും, മറ്റുള്ളവരുടെ ഉച്ഛിഷ്ടം ആരും ഭക്ഷിക്കാറില്ല. അതുകൊണ്ടാണ് ഈ ദേവകാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ വെളുത്തുള്ളി ചുവന്നുള്ളി ഉപേക്ഷിക്കുന്നത്, കഴിക്കാൻ പാടില്ല എന്ന് പറയണത്. നമ്മൾ പറയും, ഇന്ന് ശ്രാദ്ധം ഒരിക്കലാണ്, ഇന്ന് ശ്രാദ്ധമാണ്, ഇന്നത്തെ ഭക്ഷണത്തിൽ എന്ത് പാടില്ല, വെളുത്തുള്ളിയും ഉള്ളിയൊന്നും കൂട്ടാൻ പാടില്ല എന്ന് പറയും. അതാണ് കാരണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളി ഉണ്ടായ കഥ മനസ്സിലായില്ലേ, ഉള്ളി ഉണ്ടായ കഥ മനസ്സിലായി. ഈ 2 സാധനവും അമൃതിന് തുല്യമാണ്. അത് നല്ലതാണ് കേട്ടോ. ഇങ്ങനെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഇതേപോലെ, മാത്രമല്ല നമ്മുടെ എല്ലാ ഭക്ഷണത്തിലും ഇതൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ജീരക കഷായം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആവശ്യ സമയം അങ്ങനെ അത്യാവശ്യം വരികയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുക. പിന്നെ ഞാൻ പറഞ്ഞു, വെള്ളം കുടിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെള്ളം നമ്മൾ ഡോക്ടേഴ്സ് തന്നെ പറയില്ലേ, ഒരു ദിവസം 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. പകുതി സൂക്കേട് വെള്ളം കുടിച്ചാൽ മാറും. എനിക്കിത് ചെറുതായിട്ട് പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പം ഞാനിത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് കഥ കൂടി പറയാമെന്ന് വെച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവും ഈ വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ.